മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോയാണ് ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ നമ്മുടെ പറമ്പിലുമൊക്കെ അടിക്കടി പാഴുകളകൾ വളർന്നു വരികയാണ്. കാരണം ഒരു ആഴ്ച നമ്മൾ ചെത്തി കളഞ്ഞാൽ വീണ്ടും അടുത്ത ആഴ്ച ആകുമ്പോഴത്തേന് അത്രയും അങ്ങ് പാഴ്ചെടികൾ അങ്ങ് ആവുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ചെത്തി ഉള്ളൂപ്പാട് വരും. അതുപോലെ തന്നെ നമ്മൾ കൂലിക്ക് ആളെ നിർത്തി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പൈസ ഒരുപാട് പോകും. അപ്പം ഇതിനൊരു പരിഹാരം വളരെ എളുപ്പത്തിൽ നിസ്സാരമായ വസ്തുക്കൾ ഉപയോഗിച്ച് ഈ കാട് വേരോടെ കരിച്ച് കളയുന്നതിനുള്ള ഒരു രീതിയാണ് ഇന്ന് ഞാൻ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബക്കറ്റ് വേണം. പ്ലാസ്റ്റിക് ബക്കറ്റ് തന്നെ ഉണ്ടായിരിക്കണം. അലൂമിനിയം പാത്രങ്ങളോ മറ്റ് ലോഹപാത്രങ്ങളോ ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കരുത്. പിന്നീട് നമ്മൾ വേണ്ടെന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈ കറിയുപ്പ് പൊടിച്ച കറിയുപ്പ് ഇതേപോലെയുള്ള പൊടിച്ച കറിയുപ്പ് ഇത് നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഇതിനകത്ത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു 2 ലിറ്റർ വെള്ളമാണ്. 2 ലിറ്റർ വെള്ളം 2 ലിറ്റർ വെള്ളത്തിനകത്ത് ചേർക്കാൻ ഉള്ള ചേരുവയാണ് ഈ പറയുന്നത്. 2 ലിറ്റർ വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ബക്കറ്റാണ്. 2 ലിറ്റർ വെള്ളത്തിനകത്ത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ 2 സ്പൂൺ കറിയുപ്പ്, 2, 3, 4 സ്പൂൺ ആവാം. ഞാനിപ്പോൾ 2 സ്പൂണേ ചേർക്കുന്നുള്ളൂ. 2 സ്പൂൺ കറിയുപ്പ്, 4 സ്പൂൺ വരെയാകാം. പിന്നീട് ഞാൻ ചേർക്കുന്നത് വെച്ചാൽ ഇതേപോലെ ഇത് സോപ്പ് പൊടിയാണ്. 2 സ്പൂൺ സോപ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ സോപ്പ് പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. ഇത് ബ്ലീച്ചിങ് പൗഡർ, 2 സ്പൂൺ ബ്ലീച്ചിങ് പൗഡർ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 2 മുതൽ 4 വരെയാകാം, പക്ഷേ ഞാൻ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഇത് സാധാരണ വിനാഗിരിയാണ്. 2 സ്പൂൺ വിനാഗിരിയും കൂടെ ഇതിനകത്ത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കെല്ലാം സുപരിതമായ ഒരു സംഗതിയാണ് ഈ ഹാർപ്പിക്ക് അതേപോലെ 2 സ്പൂൺ ഹാർപ്പിക്ക് കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ എല്ലാം തുല്യ അളവിലാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹാർപ്പിക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കും. ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഉദ്ദേശം 2 ലിറ്റർ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതിനകത്ത് ഒഴിക്കാൻ പോകും. അപ്പോൾ ഈ 2 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം ഈ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. കണ്ടോ, ഇളക്കി യോജിപ്പിക്കണം. ഇതേപോലെ നല്ല വെളുത്ത രീതിയിലുള്ള ഒരു ദ്രാവകമായിട്ട് ഇത് മാറും. ഭംഗിയായിട്ട് ഇളക്കി യോജിപ്പിച്ചു. നല്ലവണ്ണം ഈ ഉപ്പൊക്കെ ഇതിനകത്ത് ലയിച്ച് ചേരണം. എല്ലാം ഇങ്ങനെ ഇളക്കി യോജിപ്പിക്കണം. നമുക്കിത് ഈ കാടിൻ്റെ മുകളിൽ തളിച്ചു കൊടുക്കാൻ 2-3 മാർഗ്ഗങ്ങളുണ്ട്. ഒന്നുകിൽ നമുക്ക് ഇത് സ്പ്രെയറാണ്. ഈ സ്പ്രെയർ ഉപയോഗിച്ച് നമുക്ക് തളിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സ്പ്രെയർ ഉപയോഗിച്ച് തളിക്കുകയാണെങ്കിൽ ഇത് ഇതേപോലെയുള്ള ഒരരിപ്പ് ഉപയോഗിച്ച് അരിച്ചെടുത്ത് വേണം ഇതിനകത്ത് ഒഴിക്കാൻ. എങ്കിൽ മാത്രമേ ഇതിനകത്തൂടെ സ്പ്രേ ചെയ്യാൻ ഒക്കത്തുള്ളൂ. എന്നാൽ ഞാനിവിടെ ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇതേപോലെയുള്ള സ്പ്രെയറാണ്. ഇത് ഒരു സ്പ്രെയറാണ്. പക്ഷേ ഇത് മറ്റേ അത്രയും പ്രയാസമില്ല, അരിച്ചെടുക്കണ്ട. അപ്പോൾ ഇത് അങ്ങ് കോരി നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. കോരി ഇതിനകത്ത് നമ്മളങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ കോരി ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഇത് മണ്ണിനോ നമുക്കോ യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ ഉണ്ടാക്കാത്ത ഒരു കളനാശിനിയാണ്. നമുക്ക് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ, നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച ഒരു കളനാശിനിയാണ്. എന്നാൽ കളനാശിനികൾ നമ്മൾ വാങ്ങിക്കുന്ന കളനാശിനികൾ അത് അല്പം വിഷാംശം അടങ്ങിയതാണ്. കാരണം മണ്ണിലെ സൂക്ഷ്മ ജീവികളെ, അതായത് നമ്മുടെ സസ്യങ്ങൾക്ക് വളർച്ചയ്ക്ക് ത്വരിതപ്പെടുത്തുന്ന നല്ല ബാക്ടീരിയകളെയൊക്കെ നശിപ്പിക്കുന്ന ആണ് ഈ നമ്മൾ വാങ്ങിക്കുന്ന കളനാശിനി. അപ്പോൾ അതിലുപരി നമ്മൾ തന്നെ തയ്യാറാക്കുന്ന ഈ കളനാശിനി ഉപയോഗിച്ച് നമുക്ക് ഈ കളകളെ നശിപ്പിച്ച് കളഞ്ഞാൽ, കളകൾ ഉണക്കി കളഞ്ഞാൽ അത്തരത്തിലുള്ള യാതൊരു തരത്തിലുള്ള ദോഷങ്ങളും മണ്ണിനോ ഒപ്പം മറ്റ് ജീവജാലങ്ങൾക്കോ ഉണ്ടാകത്തില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഇത് നമുക്ക് തളിച്ചാൽ എങ്ങനെയാണ് ഇത്? അപ്പോൾ വെയിലുള്ള സമയങ്ങളിൽ തയ്യാറാക്കി വെയിലുള്ള സമയങ്ങൾ നല്ല വെയിലത്ത് വേണം ഇത് തളിച്ചു കൊടുക്കാൻ. അങ്ങനെയാണെങ്കിൽ ഒരു 3-4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും ആ ചെടികൾ, ഇത് വീഴുന്ന ആ സസ്യങ്ങൾ, ആ ചെടികൾ
പൂർണ്ണമായിട്ട് നശിച്ചു പോകും. അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കൈയിട്ട് ഒരു കാരണവശാലും ഇത് ഇളക്കരുത്. കൈ ഇളക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കൈയിലെ തൊലി ചിലപ്പം കുറച്ച് നേരത്തേക്ക് ഒരു വല്ലാത്തൊരു നീറ്റിൽ കാണും. അതുകൊണ്ട് കൈയിട്ട് ഒരു കാരണവശാലും ഇളക്കരുത്. ഇതേപോലെയുള്ള തവിയോ കമ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ച് വേണം ഇത് ഇളക്കാൻ. നമുക്കിനി ഇത് ഈ കളകളുടെ പുറത്ത് തളിച്ച് നോക്കാം. അതുപോലെ തന്നെ ഇന്ന് രാവിലെ തന്നെ തയ്യാറാക്കിയ ഈ ദ്രാവകം ഞാൻ കുറച്ച് തയ്യാറാക്കി കുറേ കളകളുടെ മുകളിൽ തളിച്ചിരുന്നു. അത് എങ്ങനെ ആയെന്നൂടെ നമുക്ക് നോക്കാം. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ ഈ കളയുടെ പുറത്താണ് ഇപ്പോൾ തളിച്ച് കൊടുക്കുകയാണ്. വെയിലൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഇത് നമ്മൾ തളിച്ച് കൊടുത്തു. ഒരു 4 മണിക്കൂറെങ്കിലും മിനിമം കഴിഞ്ഞെങ്കിലേ ഇത് വാടിക്കഴിഞ്ഞുള്ളൂ. അപ്പോൾ രാവിലെ തളിച്ച 4 മണിക്കൂറിന് മുമ്പ് തളിച്ച ആ പോച്ച നമുക്ക് എന്ത് സംഭവിച്ച് നോക്കാം. ഇത് രാവിലെ തന്നെ തയ്യാറാക്കി ഇതേപോലെ ലായനി തയ്യാറാക്കി തളിച്ചാണ്. അത് പൂർണ്ണമായിട്ടും കരിഞ്ഞിട്ടുണ്ട്. വെയിൽ കൊള്ളുന്നതനുസരിച്ച് ഇത് പൂർണ്ണമായിട്ടും കരിഞ്ഞു കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഇതൊന്ന് പരിശോധിച്ച് നോക്കാം. നമ്മുടെ കയ്യത്തെ കാടുകൾ, നമ്മുടെ പുരയിടത്തിലെ കാടുകൾ പൂർണ്ണമായിട്ടും പോവും. കാരണം വേരോടാണ് ഇത് പോകുന്നത്. അതുപോലെ തന്നെ ഈ പിന്നെ കട്ടർ കൊണ്ട് മുറിച്ച് കളഞ്ഞാൽ ആ വേര് പോകത്തില്ല, അത് വീണ്ടും കിളിച്ചു വരും. ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ പുരയിടങ്ങളിലെ കാട് പോക്കാൻ പ്രയോജനപ്പെടുന്നതാണ്. അപ്പോൾ എല്ലാവരും പരിശോധിച്ച് നോക്കുക. എല്ലാവർക്കും കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.